എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ വീക്കിലി പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താൽപ്പര്യപ്പെടുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ആഴ്ചയും താരിഫുകൾ അനൗൺസ് ചെയ്തിരുന്നു. പേറ്റൻറ്റഡ് ഡ്രഗ് ഇമ്പോർട്ടിന്മേൽ, അതോടൊപ്പം തന്നെ ഹെവി ട്രക്ക് ഇമ്പോർട്ടിന്മേൽ, ഫർണിച്ചർ ഇമ്പോർട്ടിന്മേൽ, കിച്ചൺ ക്യാബിനറ്റ് ഇമ്പോർട്ടിന്മേലൊക്കെ അദ്ദേഹം വീണ്ടും താരിഫ് അനൗൺസ് ചെയ്തിരുന്നു. പേറ്റൻറ്റഡ് ഡ്രഗ് ഇമ്പോർട്ടിന്മേൽ 100% താരിഫ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയം 90% അമേരിക്കക്കാരും യൂസ് ചെയ്യുന്ന ജനറിക് ഡ്രഗിന്മേലെ താരിഫ് ഏർപ്പെടുത്തിയിട്ടില്ല. ഇത് ഇന്ത്യനെ സംബന്ധിച്ച്, ഇന്ത്യയിലെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. വളരെ ലിമിറ്റഡ് കമ്പനികളാണ് സ്പെഷ്യൽ പാറ്റൻറ്റഡ് ഡ്രഗുകൾ അമേരിക്കയിലേക്ക് ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അതും ലിമിറ്റഡ് നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. സൺ ഫാർമ, സിപ്ല, ലുപ്പിൻ ഇത്തരത്തിലുള്ള സ്പെഷ്യൽ പാറ്റൻറ്റഡ് ഡ്രഗുകൾ അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത്. ഈ കമ്പനികളുടെ സ്റ്റോക്ക് പ്രൈസിൽ ചെറിയ നെഗറ്റീവ് ഇമ്പാക്റ്റൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പൊതുവെ ഫാർമസ്യൂട്ടിക്കൽ രംഗത്തുള്ള സ്റ്റോക്കുകളുടെ കാര്യത്തിലൊരു നെഗറ്റീവ് ഇമ്പാക്റ്റൊക്കെ ഈ അനൗൺസ്മെൻറ്റിന് ശേഷം ഇന്ത്യയിലും മറ്റ് ഗ്ലോബൽ കൺട്രീസിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതേസമയം അമേരിക്കയിൽ ഫൈസർ, മെർക്ക്, എലി ലില്ലി ഈ കമ്പനികളുടെ സ്റ്റോക്ക് പ്രൈസൊക്കെ മുന്നേറിയിരിക്കുകയാണ്. ഒപ്പം അമേരിക്കൻ ട്രക്ക് മാനുഫാക്ചറിങ് കമ്പനിയായ പക്കാർ 6% വെള്ളിയാഴ്ച ഉയർന്നിരിക്കുന്നത്, പക്കാറിൻ്റെ സ്റ്റോക്ക് പ്രൈസ്. ഒപ്പം ഫർണിച്ചർ എക്സ്പോർട്ടേഴ്സ് ഉണ്ട്. യൂറോപ്പിൽ നിന്നും ചൈനയിൽ നിന്നുള്ള ഫർണിച്ചർ എക്സ്പോർട്ടേഴ്സിൻ്റെ സ്റ്റോക്ക് പ്രൈസിൽ ചെറിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ വെള്ളിയാഴ്ച കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും പൊതുവെ ഇത്തരത്തിലുള്ള അനൗൺസ്മെൻറ്റുകൾക്ക് കാര്യമായിട്ടുള്ള ചലനങ്ങൾ മാർക്കറ്റിലുണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതേസമയം അമേരിക്കൻ മാർക്കറ്റിലേക്കുള്ള ഇൻഫ്ലോസ് വലിയ രീതിയിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. സെപ്റ്റംബർ 24 അവസാനിച്ചിട്ടുള്ള ആഴ്ചയിലും ഹ്യൂജ് ഇൻഫ്ലോസ് ആണ്. ഒപ്പം നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചയായിട്ടുള്ള ഇൻഫ്ലോസ് നോക്കുകയാണെങ്കിൽ അമേരിക്കയിലേക്ക് വലിയ രീതിയിലുള്ള ഇൻഫ്ലോസ് തന്നെയാണ് വന്നിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റിലേക്കും ജൂണിന് ശേഷമുള്ള വലിയ ഇൻഫ്ലോസ് ആണ് വന്നിരിക്കുന്നത്. ഗ്ലോബൽ ഇക്വിറ്റികളിലേക്ക് പൊതുവെ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട്, അതായത് സെപ്റ്റംബർ 24 അവസാനിക്കുന്ന ആഴ്ച മുതൽ പ്രീവിയസ് 2 വീക്സിലേക്കുള്ള ഇൻഫ്ലോസ് നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ ഇക്വിറ്റിയിലേക്ക് $88 ബില്യൺ ആണ് ഇൻഫ്ലോ. 3rd ലാർജസ്റ്റ് ഇൻഫ്ലോസ് ആണ് റെക്കോർഡ് ബേസിസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ. ഒപ്പം ഗ്ലോബൽ ഇക്വിറ്റി എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളിലേക്ക് $122 ബില്യൺ ഇൻഫ്ലോ വന്നിട്ടുണ്ട്. ഇത് 2nd ബിഗ്ഗസ്റ്റ് ആണ് റെക്കോർഡ് ബേസിസിൽ നോക്കുകയാണെങ്കിൽ. ഗോൾഡ് ഫണ്ടുകളിലേക്ക് $17.6 ബില്യൺ ആണ് ഇൻഫ്ലോ വന്നിരിക്കുന്നത്. ഇത് റെക്കോർഡ് ഫിഗറാണ്. ഗോൾഡ് പ്രൈസ് ഇപ്പോൾ റെക്കോർഡ് ഹൈനടുത്താണ് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം നമ്മൾ ഗ്ലോബലി ഇൻവെസ്റ്റേഴ്സിൻ്റെ, പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സിൻ്റെ എക്സ്പോഷർ അവരുടെ പോർട്ട്ഫോളിയോയിൽ ഗോൾഡിൻ്റെ പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ 0.4% മാത്രമേ ഉള്ളൂ. അതേസമയം ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പോർട്ട്ഫോളിയോസിൽ 2.4% ഉണ്ട്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഗോൾഡ് വളരെ അണ്ടർ ഓൺഡാണ് ഇൻവെസ്റ്റേഴ്സിൻ്റെ പോർട്ട്ഫോളിയോയിൽ. ഇതൊരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. അതോടൊപ്പം തന്നെ സെൻട്രൽ ബാങ്കുകൾ വീണ്ടും ബൈ ആണെങ്കിൽ ഗോൾഡിനെ സംബന്ധിച്ച് വീണ്ടും പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് തന്നെയാണ് അടുത്ത ദിവസങ്ങളിലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ സർവേ ഒക്കെ സൂചിപ്പിക്കുന്നത് അടുത്ത മാസങ്ങളിലും ഗോൾഡ് നല്ല രീതിയിൽ മുന്നേറുമെന്ന തരത്തിലുള്ള ഒരു സർവേ റിസൾട്ട് തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഒപ്പം നമ്മൾ ഓവറോൾ കമോഡിറ്റി സെഗ്മെൻറ്റുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ സിൽവർ 2025 56% പ്രൈസ് ഇൻക്രീസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. വളരെ പോസിറ്റീവായിട്ട് ന്യൂസാണ്. 7ാമത്തെ വർഷമാണ് കണ്ടിന്യൂസ് ആയിട്ട് സപ്ലൈ ഡെഫിസിറ്റ് സിൽവർ കാണിക്കുന്നത്. ഇൻഡസ്ട്രിയൽ ഡിമാൻഡ് ഉണ്ട്, അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സിൽവറിനെ സംബന്ധിച്ചും വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ തന്നെയാണ് മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ സിൽവർ പുതിയ 14-year ഹൈയിലാണ് ഗ്ലോബൽ മാർക്കറ്റുകളിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. $46.68 പെർ ഔൺസ് ആണ് കഴിഞ്ഞ ആഴ്ച സ്പോട്ട് സിൽവർ ഹിറ്റ് ചെയ്തിട്ടുള്ള 14-year ഹൈ.
അതേസമയം സിൽവറിൻ്റെ റെക്കോർഡ് ഹൈ $49.95 പെർ ഔൺസാണ്. ഈ രീതിയിലുള്ളൊരു മുന്നേറ്റമാണ് സിൽവർ കാഴ്ചവെക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും സിൽവർ അടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത ആഴ്ചകളിൽ 49.95 പ്രീവിയസ് റെക്കോർഡ് ക്രോസ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. നമ്മൾ ഗോൾഡിൻ്റെ കാര്യം കഴിഞ്ഞ ആഴ്ചയിൽ നോക്കുകയാണെങ്കിൽ വീക്ക് ടു വീക്ക് വീണ്ടും ഗോൾഡ് റെക്കോർഡ് ഹൈയിലാണ് വീക്ക് ടു വീക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കോപ്പറും കഴിഞ്ഞ ആഴ്ചയിൽ പുതിയ 15-month ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് സ്ലൈറ്റ്ലി താഴെയാണ്, 15-month ഹൈന് താഴെയാണ്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പോലുള്ള മുന്നേറ്റമാണ് കോപ്പറിൽ നമ്മൾ വീണ്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കോപ്പറിൻ്റെ പ്രീവിയസ് ടോപ്പ് അല്ലെങ്കിൽ റെക്കോർഡ് ഹൈ എന്ന് പറയുന്നത് $11,104.5 പെർ ടണ്ണാണ്. ലണ്ടൻ മെറ്റൽ എക്സ്ചേഞ്ചിൽ ഹിറ്റ് ചെയ്തിട്ടുള്ള റെക്കോർഡ്. അമേരിക്കയിൽ $5.95 പെർ പൗണ്ടാണ്. അപ്പോൾ ഈ ഫിഗറുകൾ അടുത്ത ദിവസങ്ങളിൽ ഒരു പക്ഷേ കോപ്പറും ക്രോസ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. കാരണം ഗ്ലോബലി പ്രൊഡക്ഷൻ കുറവാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. 2 മേജർ മൈനുകളിലുണ്ടായിട്ടുള്ള ആക്സിഡൻ്റ് ആണ് ഇതിന് കാരണം. അതോടൊപ്പം തന്നെ ഡാറ്റാ സെൻറ്റർ ബിസിനസ്സിലേക്ക് വലിയ രീതിയിലുള്ള ഇൻഫ്ലോസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡാറ്റാ സെൻറ്റർ ബിസിനസ് ഗ്രോ ചെയ്യുമ്പോൾ പവർ സെക്ടർ അതുപോലെ തന്നെ കേബിൾ സെക്ടറൊക്കെ വലിയ രീതിയിൽ മുന്നേറും. കോപ്പറാണ് വൺ ഓഫ് ദ മേജർ റോ മെറ്റീരിയൽസ്. അപ്പോൾ കോപ്പറും നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ അലുമിനിയം, സിങ്ക് ഈ കമോഡിറ്റികൾ മുന്നേറും. കഴിഞ്ഞ ആഴ്ചയിൽ ബ്രന്റ് ക്രൂഡ് ഓയിലും നല്ല രീതിയിൽ മുന്നേറിയിരുന്നു. $70.13 പെർ ബാരലിനാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം വർദ്ധിച്ചു വരുന്ന ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് തന്നെയാണ്. തീർച്ചയായിട്ടും വലിയ രീതിയിൽ വീണ്ടും ടെൻഷൻസ് വഷളാവുകയാണെങ്കിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഗ്ലോബൽ മാർക്കറ്റുകളിലെ കഴിഞ്ഞ ആഴ്ചയിലത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അമേരിക്കൻ മാർക്കറ്റുകൾ വീക്ക് ടു വീക്ക് സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതേസമയം ഇന്റൽ കോർപ്പറേഷൻ പുതിയ 52 വീക്ക് ഹൈയിലും അതുപോലെ തന്നെ ടെസ്ല ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ടെക്നോളജി സ്റ്റോക്കുകൾ തന്നെയാണ് കഴിഞ്ഞ ആഴ്ചയിലും അമേരിക്കയിലും മുന്നേറിയിട്ടുള്ളത്. ഒപ്പം ഡൗ ജോൺസ് ഇൻഡെക്സ്, S&P 500, നാസ്ഡാക്ക് ഈ ഇൻഡെക്സുകളും കഴിഞ്ഞ ആഴ്ചയിൽ പുതിയ റെക്കോർഡ് ഹൈ ഒക്കെ ഹിറ്റ് ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് വീക്ക് ടു വീക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം അമേരിക്കയിൽ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റ പുറത്തു വന്നിരുന്നു. ഇൻഫ്ലേഷൻ റിലേറ്റഡ് ഡാറ്റയാണ്. അതോടൊപ്പം തന്നെ കൺസ്യൂമർ സെൻറ്റിമെൻറ്റ് ഡാറ്റയും പുറത്തു വന്നിരുന്നു. ഈ 2 ഡാറ്റകളും സൂചിപ്പിക്കുന്നത് US ഫെഡറൽ റിസർവ് ഒക്ടോബർ 29 നടക്കുന്ന മീറ്റിങ്ങിൽ ഒരു പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റ് വീണ്ടും കട്ട് ചെയ്തേക്കുമെന്നുള്ള ഒരു ഇൻഡിക്കേഷനാണ്. തീർച്ചയായിട്ടും അമേരിക്കയിൽ ഈ ഇൻഡിക്കേഷൻ്റെ ഒരു എക്സ്പെക്റ്റേഷനിലാണ് അമേരിക്കൻ മാർക്കറ്റുകൾ വെള്ളിയാഴ്ച സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് ക്ലോസ് ചെയ്തിരുന്നത്. ഇനി നമ്മൾ മറ്റ് മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റുകൾ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് വീക്ക് ടു വീക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ. അതേസമയം ഏഷ്യയിൽ ജാപ്പനീസ് മാർക്കറ്റുകൾ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് കഴിഞ്ഞ ആഴ്ചയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ചൈനീസ് മാർക്കറ്റുകൾ വീക്ക് ടു വീക്ക് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഹോങ്കോങ് വീക്ക് ടു വീക്ക് സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ചൈനയിലും ഹോങ്കോങ്ങിലും ലിസ്റ്റ് ചെയ്തിട്ടുള്ള ചൈനീസ് ചിപ്പ് AI റിലേറ്റഡ് സ്റ്റോക്കുകൾ തന്നെയാണ് കഴിഞ്ഞ ആഴ്ചയിലും വലിയ രീതിയിൽ മുന്നേറിയിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള മുന്നേറ്റം ഈ സ്റ്റോക്കുകൾ ഉണ്ടാവുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണുള്ളത്. ഇന്ത്യൻ മാർക്കറ്റ് പെർഫോമൻസ് കഴിഞ്ഞ ആഴ്ച നോക്കുകയാണെങ്കിൽ വളരെ വീക്കായിട്ടാണ് ഇന്ത്യൻ മാർക്കറ്റ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. 2024 സെപ്റ്റംബർ 27 നിഫ്റ്റിയും സെൻസെക്സും റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തത്. ആ റെക്കോർഡ് ഹൈയിൽ നിന്നുള്ള ഫാള് നോക്കുകയാണെങ്കിൽ 6.17% കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുമ്പോൾ ഇന്ത്യയിലെ നിഫ്റ്റിയും സെൻസെക്സും രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് തീർച്ചയായിട്ടും US പ്രസിഡന്റ് താരിഫ് അനൗൺസ്മെൻ്റ് ഒരു ഇമ്പാക്റ്റ് തന്നെയാണ്. പക്ഷെ ഇതൊക്കെ ഒരു ടെമ്പററി അല്ലെങ്കിൽ ഒരു മീഡിയം ടേം ഇമ്പാക്റ്റ് മാത്രമായിട്ടാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ. നമ്മുടെ മാർക്കറ്റും നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളാണ് ഈ നീജർക്ക് റിയാക്ഷന് ശേഷമൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്.
ഒപ്പം നമ്മുടെ റുപ്പിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ റെക്കോർഡ് ലോ ഹിറ്റ് ചെയ്തിരുന്നു. ക്ലോസ് ചെയ്തിരിക്കുന്നത് 88.72 രൂപ പെർ ഡോളറിനാണ്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിംഗ് പ്രഷർ, അതുപോലെ തന്നെ മറ്റ് ടാരിഫ് റിലേറ്റഡ് കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള ഒരു വീക്ക്നെസ്സിന് കാരണം. റുപ്പിയുടെ കാര്യത്തിലും നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ഒരു സ്റ്റെബിലിറ്റി തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഒപ്പം US ഇന്ത്യ ട്രേഡ് ടോക്ക് സക്സസ് ആവുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും വീണ്ടും പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് തന്നെയാണ് റുപ്പിയുടെ കാര്യത്തിലും നൽകാൻ പോകുന്നത്. ചൈനയിലെ ഓഗസ്റ്റ് മാസത്തെ ഇൻഡസ്ട്രിയൽ പ്രോഫിറ്റ് ഡാറ്റ പുറത്തു വന്നിരുന്നു. 8 മാസത്തെ ഡാറ്റ കണക്കാക്കുമ്പോൾ 8-ാം മാസത്തിൽ, അതായത് ഓഗസ്റ്റ് മാസത്തിൽ 20.9% ചൈനയിൽ ഇൻഡസ്ട്രിയൽ പ്രോഫിറ്റ് ഇൻക്രീസ് വന്നിരിക്കുന്നത്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ചൈനീസ് എക്കണോമി നല്ല രീതിയിൽ പെർഫോം ചെയ്തു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. എയറോസ്പേസ് സെക്ടർ, അതുപോലെ തന്നെ ഷിപ്പ് ബിൽഡിംഗ് സെക്ടർ, സ്റ്റീൽ സെക്ടറൊക്കെയാണ് വലിയ രീതിയിൽ ചൈനയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റീൽ പ്രൈസസും നല്ല രീതിയിൽ റീബൗണ്ട് ചെയ്തിട്ടുണ്ട് ചൈനയിൽ. തീർച്ചയായിട്ടും ഈ ന്യൂസ് ചൈനീസ് കമ്പനികളെ സംബന്ധിച്ചും അതുപോലെ തന്നെ സ്റ്റീൽ മേക്കിംഗ് ഇന്ത്യൻ കമ്പനികളെ സംബന്ധിച്ചും പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. ഒപ്പം നമ്മൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ റിഫോം മെഷേഴ്സ് റിലേറ്റഡ് അനൗൺസ്മെൻറ്റുകൾ നോക്കുകയാണെങ്കിൽ ഷിപ്പ് ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെൻറ് 70,000 കോടി രൂപയുടെ പ്രൊജക്റ്റാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ ഷിപ്പ് ബിൽഡിംഗ് കമ്പനികളെ സംബന്ധിച്ച് വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റ് തന്നെയാണ് ഈ അനൗൺസ്മെൻറ്റ്. പ്രത്യേകിച്ച് കൊച്ചിൻ ഷിപ്പ് യാർഡ്, GRSC, മസഗൺ ഡോക്ക്, ടിറ്റഗ്ര റെയിൽവേ സിസ്റ്റം, സ്വാൻ ഡിഫൻസ് ആൻഡ് ഹെവി ഇൻഡസ്ട്രീസ് ഈ കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഒപ്പം LNT മാത്രമാണ് ഇപ്പോൾ കമേഴ്ഷ്യൽ ഷിപ്പുകൾ ഉണ്ടാക്കുന്ന ഏക കമ്പനി. മറ്റെല്ലാ ഷിപ്പ് ബിൽഡിംഗ് കമ്പനികളും നമ്മുടെ ആർമിക്കും ഡിഫൻസിനും വേണ്ടിയാണ് ഷിപ്പുകൾ ഉണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യ കമേഴ്ഷ്യൽ ഷിപ്പ് ബിൽഡിങ്ങിലേക്ക് വലിയ രീതിയിൽ പ്രൊജക്റ്റുകൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കമേഴ്ഷ്യൽ ഷിപ്പ് ബിൽഡിങ്ങിൽ 70% മാർക്കറ്റ് ഷെയർ ചൈനയ്ക്കാണ്. അത് കഴിഞ്ഞാൽ ജപ്പാനും സൗത്ത് കൊറിയയ്ക്കാണ്. നമ്മുടെ മാർക്കറ്റ് ഷെയർ 0.35% മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്ത വർഷങ്ങളിൽ ഷിപ്പ് ബിൽഡിംഗ് സെക്ടറും വലിയ രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. റീസെൻ്റ് ആയിട്ടുള്ള ഒരു എൻട്രിയാണ് ടിറ്റഗ്ര റെയിൽവേ സിസ്റ്റംസ്. തീർച്ചയായിട്ടും ഈ കമ്പനീനെ സംബന്ധിച്ച് വളരെ പ്രോമിസിങ് ഡേയ്സ് ആണ് മുന്നിലുള്ളത്. വന്ദേ ഭാരത് സ്ലീപ്പർ വരികയാണ്, അതുപോലെ തന്നെ വന്ദേ ഭാരത് മെട്രോ ബിൽഡിംഗ് ഒക്കെ വരികയാണ്. ഒപ്പം ഷിപ്പ് ബിൽഡിങ്ങും കൂടിയുണ്ട്. അപ്പോൾ ഒരു ഡൈവേഴ്സിഫൈഡ് കോൺഗ്ലമറേറ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ടിറ്റഗ്ര റെയിൽവേ സിസ്റ്റം. പോസിറ്റീവ് ന്യൂസാണ് ഈ കമ്പനീനെ സംബന്ധിച്ചു. HSBC ഇന്ത്യൻ മാർക്കറ്റിനെ വീണ്ടും ഓവർ വെയ്റ്റ് ആയിട്ട് റേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതുവരെ അണ്ടർ വെയ്റ്റ് ആയിരുന്നു. HSBC പറഞ്ഞിരിക്കുന്ന ടോപ്പ് പിക്കുകൾ ഇൻഫോസിസ്, ട്രെൻഡ്, M&M, മാരിക്കോ, അഡാനി പോർട്ട്, HDFC ബാങ്ക്, ICICI ലൊംബാർഡ്, അൾട്രാടെക് സിമൻറ്റ്, ദിവീസ് ലാബ്, NTPC, ഫിനിക്സ് മിൽസ്. ഈ സ്റ്റോക്കുകളാണ് HSBC പറയുന്നത് മാർക്കറ്റ് റിക്കവറിയിൽ നല്ല രീതിയിൽ വീണ്ടും മുന്നേറാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ എന്നാണ്. തീർച്ചയായിട്ടും വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള റിസർച്ച് ഔട്ട്ഫിറ്റാണ് HSBCയുടേത്. സാധാരണ രീതിയിൽ ലോങ് റണ്ണിൽ നല്ല റിട്ടേൺസ് നൽകുന്ന പ്രഡിക്ഷൻസ് ആണ് ഈ റിസർച്ച് ഹൗസസിൽ നിന്ന് വരാറ്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് മാർക്കറ്റ് റിക്കവറി സമയത്ത് ഈ സ്റ്റോക്കുകളിൽ കാണാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്കുകളൊന്ന് വാച്ച് ചെയ്യുന്നത് നന്നായിരിക്കും. PG ഇലക്ട്രോപ്ലാസ്റ്റ് ലിമിറ്റഡ് 1000 കോടി രൂപയുടെ പ്ലാന്റ് സെറ്റപ്പ് ചെയ്യാണ്. ആന്ധ്രാപ്രദേശിലാണ്. പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് PG ഇലക്ട്രോപ്ലാസ്റ്റിനെ സംബന്ധിച്ച്. IPO മാർക്കറ്റ്, SME മെയിൻ ബോർഡ് IPO മാർക്കറ്റും നല്ല രീതിയിലുള്ള പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സജസ്റ്റ് ചെയ്ത ഓഹരികളെല്ലാം തന്നെ IPOs എല്ലാം തന്നെ ലിസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടുന്നുണ്ട് ഇൻവെസ്റ്റേഴ്സിന്. ഈ ആഴ്ചയും 4 മെയിൻ ബോർഡ് IPOസും അതുപോലെ തന്നെ 15 SME IPOസും ഓപ്പൺ ആവുന്നുണ്ട്. ഞാൻ ഇൻവെസ്റ്റേഴ്സിന് സജസ്റ്റ് ചെയ്യുന്ന IPO ശുഭ ഹോട്ടൽസ് ആണ്. SME IPO ആണ്. NSE SME IPO ആണ്. സെപ്റ്റംബർ 29 ആരംഭിച്ച് ഒക്ടോബർ 1 ക്ലോസ് ചെയ്യുന്നത്. 111 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ്. 1200 ലോട്ട്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് 2 ലോട്ട് അപ്ലൈ ചെയ്യണം. 88
ഹോട്ടൽ പ്രോപ്പർട്ടീസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. 5 സ്വന്തമായിട്ടുള്ള ഹോട്ടൽ പ്രോപ്പർട്ടീസാണ്, 19 മാനേജ് ചെയ്യുന്നതാണ്, 14 റവന്യൂ ഷെയർ മോഡലാണ്, 48 ഫ്രാഞ്ചൈസീസാണ്. അതോടൊപ്പം തന്നെ 40 പുതിയ ഹോട്ടൽ പ്രോപ്പർട്ടീസും കൂടി ഉദ്ഘാടനത്തിൻ്റെ വക്കത്ത് എത്തി നിൽക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ പ്രോമിസിങ് ആയിട്ടുള്ളൊരു സ്റ്റോക്കാണ്. മിഡ് സെഗ്മെൻ്റാണ് ഈ ഹോട്ടൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. 1997 ഈ ഹോട്ടൽ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും SME IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യാവുന്ന ഒരു IPO ആണ് ശുഭ ഹോട്ടൽസ് ലിമിറ്റഡ്. അതോടൊപ്പം തന്നെ സഹാറ ഗ്രൂപ്പിൻ്റെ എപ്പിസോഡ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. സുപ്രീം കോടതിയും സെബിയും ഒക്കെ ഇടപെട്ടിട്ട് സഹാറ ഗ്രൂപ്പിനോട് അവർ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പിരിച്ചെടുത്തിരുന്ന എമൗണ്ട്, പ്രിൻസിപ്പൽ എമൗണ്ട് 24,030 കോടി രൂപ സെബി സഹാറ റീഫണ്ട് അക്കൗണ്ടിലേക്ക് പേ ചെയ്യാൻ പറഞ്ഞിരുന്നു. നവംബർ 2023 വരെ 16,000 കോടി പേ ചെയ്തിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി നവംബർ 2023 സുബ്രത റോയ് സഹാറയുടെ MD മരണപ്പെട്ടത്. അതിനുശേഷം ഈ കമ്പനിയുടെ മാനേജ്മെൻറ്റിൽ അല്ലെങ്കിലും കമ്പനിയുടെ മാനേജ്മെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മരണശേഷം മാനേജ്മെൻറ്റ് പ്രോപ്പർട്ടീസൊക്കെ വിറ്റിട്ട് ബാലൻസ് എമൗണ്ട് പേ ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷെ അതൊന്നും സക്സസ് ആയിരുന്നില്ല. അപ്പോൾ സഹാറ മാനേജ്മെൻറ്റ് സുപ്രീം കോടതിയോട് റിക്വസ്റ്റ് ചെയ്യാണ് 88 പ്രോപ്പർട്ടികൾ ഒരു ബ്ലോക്കാക്കിയിട്ട് അഡാനി റിയൽറ്റി പ്രൈവറ്റ് ലിമിറ്റഡിന് വിൽക്കാനായിട്ട് അവരനുവദിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിക്വസ്റ്റ് സുപ്രീം കോടതിയുടെ മുമ്പിൽ വയ്ക്കുകയാണ്. ഒപ്പം ഈ പ്രോപ്പർട്ടികളിന്മേലുള്ള എല്ലാ ലീഗൽ പ്രൊസീഡിങ്സും എടുത്ത് കളയണമെന്നുള്ളൊരു റിക്വസ്റ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രോപ്പർട്ടീസ് അഡാനി റിയൽറ്റി പ്രൈവറ്റ് ലിമിറ്റഡിന് കൊടുത്തതിന് ശേഷം കിട്ടുന്ന എമൗണ്ട് ഓവർസീ ചെയ്യാനായിട്ടൊരു കമ്മിറ്റീനെ ഫോം ചെയ്യുന്നത് പോലും സഹാറ മാനേജ്മെൻറ്റ് സുപ്രീം കോടതിയോട് റിക്വസ്റ്റ് ചെയ്യാണ് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഒക്ടോബർ 14 ഇങ്ങനെ സുപ്രീം കോടതിയുടെ മുമ്പാകെ സീൽഡ് കവറിൽ ഈ കമ്പനി ഇത്തരത്തിലുള്ള പ്രപ്പോസലുകൾ കൊടുക്കാൻ പോകുന്ന മാർക്കറ്റ് റിപ്പോർട്ടുകളുണ്ട്. ഈ റിക്വസ്റ്റ് സുപ്രീം കോടതി അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ വലിയൊരു ഗെയിനാണ് അഡാനി റിയൽറ്റി പ്രൈവറ്റ് ലിമിറ്റഡിന് ലഭിക്കാൻ പോകുന്നത്. കാരണം 88 പ്രോപ്പർട്ടികളുണ്ട്. നോയിഡ, ഗുരുഗ്രാം, മുംബൈ, രാജസ്ഥാൻ, വെസ്റ്റ് ബംഗാൾ, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, കർണാടക, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ് എന്നീ സ്റ്റേറ്റുകളിലൊക്കെയാണ് ഈ പ്രോപ്പർട്ടീസ്. ആംബി വാലി സിറ്റി മഹാരാഷ്ട്ര മാത്രം 8,810 ഏക്കറുണ്ട്. വളരെ ഫാബുലസ് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റാണത്. ഒപ്പം സഹാറ സ്റ്റാർ ലക്നോ ഉണ്ട്, 170 ഏക്കറാണ്. വെർസോവയിൽ ലാൻഡ് ഉണ്ട്, അന്തേരിയിൽ 105 ഏക്കറുണ്ട്. ഹോട്ടൽ സഹാറ സ്റ്റാർ ഉണ്ട് മുംബൈയിൽ, 7 ഏക്കറുണ്ട്. സഹാറ ലക്നോയിലുണ്ട് പ്രോപ്പർട്ടി, 5.7 ഏക്കേഴ്സ് ഉണ്ട്. ഫാബുലസ് ഓപ്പർച്യൂണിറ്റിയാണ് അഡാനി റിയൽറ്റി പ്രൈവറ്റിന് ലഭിക്കാൻ പോകുന്നത്. സുപ്രീം കോടതി സഹാറ മാനേജ്മെൻറ്റിൻ്റെ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു ആക്സെപ്റ്റൻസ് സുപ്രീം കോടതി അംഗീകരിക്കുകയാണെങ്കിൽ സഹാറ ഗ്രൂപ്പിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സഹാറ ഹൗസിംഗ് ഫിനാൻസ് കോർപ്പറേഷൻ സ്റ്റോക്കിലൊക്കെ നല്ല രീതിയിലുള്ള മുന്നേറ്റം കണ്ടേക്കാം. അതോടൊപ്പം തന്നെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന സഹാറ 1 മീഡിയ എൻ്റർടൈൻമെൻറ്റ് സ്റ്റോക്കിൻ്റെ പ്രൈസിലൊക്കെ സസ്പെൻഷൻ മാറുകയാണെങ്കിൽ നല്ല മുന്നേറ്റം കണ്ടേക്കാം. അപ്പോൾ ഈ 2 സ്റ്റോക്കുകളും ഒന്ന് വാച്ച് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് നന്നായിരിക്കും. സുപ്രീം കോടതി സഹാറ മാനേജ്മെൻറ്റിൻ്റെ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ 2 സ്റ്റോക്കുകളും നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസ് തന്നെയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇവൻ്റ് തന്നെയാണ്. അഡാനി ഗ്രൂപ്പിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ മഹാരാഷ്ട്രയിൽ ധാരാവി അതുപോലെ തന്നെ മറ്റു പല പ്രൊജക്റ്റുകളും ഓൾറെഡി അഡാനി ഗ്രൂപ്പ് തന്നെയാണ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. മെയ്ക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായിട്ട് അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനുള്ള ബിഡുകൾ ഇന്ത്യ ഗവൺമെൻറ് ഇൻവൈറ്റ് ചെയ്തിരുന്നു. ഇതുവരെ 2 ഗ്രൂപ്പുകളാണ് ബിഡുകൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. L&T ഭാരത് ഇലക്ട്രോണിക്സ് കമ്പൈൻ ആദ്യത്തെ ബിഡ്,
ഭാരത് ഫോർജ് BEML ഡാറ്റ പാറ്റേൺ കമ്പൈൻ രണ്ടാമത്തെ ബിഡ്, മൂന്നാമതൊരു ബിഡ് കൂടി ഗവൺമെൻറ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഓൾമോസ്റ്റ് എല്ലാ ബിഡേഴ്സിനും അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് നിർമ്മിക്കുന്നതിനുള്ള ഓർഡർ ലഭിക്കാനാണ് സാധ്യതകൾ. അപ്പോൾ ഈ സ്റ്റോക്കുകളൊന്ന് വാച്ച് ചെയ്യുന്നത് നന്നായിരിക്കും. അതോടൊപ്പം തന്നെ ഭാരത് ഇലക്ട്രോണിക്സിന് അഡീഷണൽ ആയിട്ട് 30,000 കോടി രൂപയുടെ അനന്ത് ശാസ്ത്ര എയർ ഡിഫൻസ് മിസൈൽ സിസ്റ്റംസ് ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനുള്ളൊരു ഓർഡർ കൂടി ലഭിക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇങ്ങനെ വരികയാണെങ്കിൽ ഭാരത് ഇലക്ട്രോണിക്സിന് ഡബിൾ ഗെയിനാണ് ഈ ഓർഡറുകളിൽ നിന്നൊക്കെ ലഭിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഭാരത് ഇലക്ട്രോണിക്സും ഒന്ന് വാച്ച് ചെയ്യുന്നത് നന്നായിരിക്കും. നാളെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ട് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് ഒക്കെയാണ് നാളെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് എല്ലാ നെഗറ്റീവ് ന്യൂസ് ഫ്ലോസും ഡിസ്കൗണ്ടഡ് ആണ്. ഇനി ഫർദറായിട്ട് ട്രംപ് വലിയ രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന അനൗൺസ്മെൻറ്റുകൾ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായ ചെറിയ ഇമ്പാക്റ്റൊക്കെ ഉണ്ടായേക്കാം. അതോടൊപ്പം തന്നെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വഷളാവുകയാണെങ്കിൽ ഗ്ലോബലി അത് മാർക്കറ്റുകളെ ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഇമ്പാക്റ്റും നമ്മളെ സംബന്ധിച്ച് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ ക്രൂഡ് പ്രൈസ് വലിയ രീതിയിൽ ഉയരുകയാണെങ്കിൽ അത് ഇന്ത്യനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഇന്ത്യൻ എക്കണോമിനെ സംബന്ധിച്ച് സ്ലൈറ്റ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഒപ്പം നമ്മുടെ റുപ്പി ഫർദർ വീക്കൻ ചെയ്യുകയാണെങ്കിൽ അതും നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന വേസ്റ്റ് സീംസ് ഓവർ എന്നുള്ളൊരു കാര്യമാണ്. ഒപ്പം Q2 അഡ്വാൻസ് ടാക്സ് ഫിഗേഴ്സ് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ 30 Q2 എൻഡ് ചെയ്യുന്നത്. ഒക്ടോബർ 2nd വീക്കോടുകൂടി Q2 റിസൾട്ടുകളും വന്നു തുടങ്ങും. എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് Q2 റിസൾട്ടുകൾ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരിക്കുമെന്നാണ്. അത്തരത്തിലുള്ള എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് വീണ്ടും അത് പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് നൽകാൻ പോകുന്നത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഓഹരികൾ മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ നിക്ഷേപിക്കാനുള്ളൊരു ഡിസിഷൻ എടുക്കുക. അതോടൊപ്പം SME മെയിൻ ബോർഡ് IPOs നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന IPOs റിസ്ക് എടുത്ത് IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്കിലി പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.